നമുക്ക് തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചാം. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെയാണത് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് DM ഷോപ്പിൽ നിന്ന് 620 ml കോക്കനട്ട് ഓയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ വെളിച്ചെണ്ണ കാച്ചാൻ പോവാണ്, കാണിച്ചു തരാം. അപ്പോൾ കുപ്പിയിലത്തെ വെളിച്ചെണ്ണ ഫുള്ള് ഞാൻ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് റോസ്മേരി. നമുക്കിവിടെ റോസ്മേരി ഫ്രഷ് ആയിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഉണങ്ങിയതും വാങ്ങിക്കാൻ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചട്ടി അടക്കം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ചട്ടി അടക്കം വാങ്ങിച്ചത് വീട്ടിൽ വളർത്താനാണ്. പക്ഷേ ഇവർ കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് പുറത്തിരുന്ന് ഡയറക്റ്റ് സൺലൈറ്റൊക്കെ കിട്ടണം, അങ്ങനത്തെ ടീമാണ് ഇവർ. എക്സ്ക്യൂസ് മീ, ഒരു 6 തണ്ട് ഞാൻ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ ഇനി വെട്ടിയിടും. ഇങ്ങനെ അടുത്തത് കറ്റാർവാഴയും നമുക്ക് ലിഡിൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കാട് പോലെ വളരും കേട്ടോ. അപ്പൊ ഇതൊരു 3 തണ്ട് ഞാൻ എടുക്കുന്നുണ്ട്. കറ്റാർവാഴ ഞാൻ മിക്സിയിലൊന്ന് അടിച്ചിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി അടുത്തത് കറുത്തുള്ളുണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇടും. പിന്നെ ഫെനുഗ്രീക്ക്, അതായത് നമ്മുടെ ഇതല്ലേ ഇതിന് മലയാളം പറ്റുമായിരുന്നു, ഉലുവയുടെ പൊടി വാങ്ങിക്കാൻ കിട്ടും നമുക്കിവിടെ, അല്ലെങ്കിൽ മുഴുവൻ ഉലുവയായാലും മതി. അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കും. വല്ലാണ്ട് തിളപ്പിക്കില്ല. തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലത്തെ സാധനങ്ങളൊക്കെ കരിഞ്ഞ് ആ ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് വല്ലാണ്ട് വെട്ടി തിളപ്പിക്കില്ല. പിന്നെ നമുക്കൊരു സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങും. അതിലത്തെ കളറൊക്കെ ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ അത് നിർത്തും. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും.